കെ.എം. മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്തുരുത്തിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് നീങ്ങുകയാണ്. കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് കെ.എം. മാണിയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. വിശദാംശങ്ങൾ നൽകാൻ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, തീർച്ചയായും പാലായുടെ പ്രിയപ്പെട്ട നേതാവാണ് കെ.എം. മാണി. മാണി സാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നവരുടെ തിരക്ക് തിരുനക്കര മൈതാനിയിൽ എത്രത്തോളമാണ് ഉള്ളത്? വിശദാംശങ്ങൾ. ഇവിടെ യു ഡി എഫ് നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ.സി. ജോസഫ് ഉൾപ്പെടെ കെ.എം. മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകർ, RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരുനക്കര മൈതാനിയിലെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കേണ്ട വേദിയിൽ തന്നെ ഇരിപ്പിടത്തിലുണ്ട്. എല്ലാവരും അക്ഷമര ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണി മുതൽ കാത്തിരിപ്പ് തുടങ്ങിയതാണ്. നിരവധി പ്രവർത്തകരുടെ ഒരു കാത്തിരിപ്പ്. അവരും ഇതിൻ്റെ ഈ സദസ്സിലെല്ലാം തന്നെ ഉണ്ട്. കോട്ടയം അക്ഷരനഗരിയിലുള്ള മുഴുവനും ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. കടുത്തുരുത്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അവർ മടങ്ങുകയും ചെയ്തു. ഇനി ഇവിടെയുള്ളത് UDF നേതാക്കളാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മുൻ മന്ത്രി R. ബാലകൃഷ്ണപിള്ള, ഒരുപക്ഷെ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അന്തരിച്ച കെ.എം. മാണിയും അതുപോലെ R. ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോര് ആർക്കും ഈ വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അഭിപ്രായ വ്യത്യാസം, അതിനെ തുടർന്ന് കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ R. ബാലകൃഷ്ണപിള്ള അല്പസമയത്തിനകം അദ്ദേഹം പാലയിലെ അദ്ദേഹത്തിൻ്റെ കെ.എം. മാണിയുടെ വസതിയിലെത്തും. അവിടെ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അദ്ദേഹം അന്ത്യോപചാരം അർപ്പിക്കും. ഒരുപക്ഷെ അതും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ഒരു സന്ദർഭമായി മാറും. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവർ തങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഇപ്പോൾ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പഴയ സഹപ്രവർത്തകരോടുള്ള വാത്സല്യവും സ്നേഹവുമായിരിക്കാം R. ബാലകൃഷ്ണപിള്ളയെ കെ.എം. മാണിയുടെ വസതിയിൽ എത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഏത് സമയത്ത് ഭൗതിക ശരീരം വന്നാലും അത് പൊതുദർശനത്തിൽ വെക്കുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കി. രാജ്കുമാർ, എത്ര നേരമായിരിക്കും തിരുനക്കരയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കുക? പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ സമയം 7 മണിയാകുമ്പോൾ, സന്ധ്യാനേരമാകുമ്പോൾ നേരത്തെ നിന്നും വിഭിന്നമായി മാണി സാറിനെ കാണാനെത്തുന്നവരുടെ, കെ.എം. മാണിയെ കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അതോ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നേരത്തേതുപോലെ തന്നെ ഇപ്പോഴും ആൾക്കാർ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത് വിവിധ കേന്ദ്രങ്ങളിൽ? തിരുനക്കര മൈതാനിയിൽ ഞാൻ നിൽക്കുന്ന വേദിയിൽ ഇത് ചരിത്രപ്രസിദ്ധമാണ്. 1965 മന്നത്ത് പത്മനാഭനാണ് കേരള കോൺഗ്രസിന്റെ പിറവി പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് കെ.എം. മാണി കേരള കോൺഗ്രസിൽ എത്തിയിരുന്നില്ല. ഒരു വർഷത്തിന് ശേഷമാണ് കെ.എം. മാണി കേരള കോൺഗ്രസിൽ എത്തിയത്. ഇപ്പോൾ ഒരു നിമിത്തം എന്ന് പറയട്ടെ, പിറവി കൊണ്ട ആ മണ്ണിൽ, ആ സ്ഥലത്ത് ആ പ്രഖ്യാപനം നടത്തിയ അതേ വേദിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തുകയാണ്. ഇതിനു മുമ്പ് പല കാര്യങ്ങൾക്ക്, രാഷ്ട്രീയമായും ചരിത്രപരമായ സാംസ്കാരിക സംഭവങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ നിരവധി കാര്യങ്ങൾക്ക് അദ്ദേഹം ഈ തിരുനക്കര മൈതാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തിരുവാർപ്പ് സമരം, വൈക്കം സത്യാഗ്രഹത്തിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അതിന് പുറപ്പെട്ടത് ഈ തിരുനക്കര മൈതാനിയിൽ നിന്നുകൊണ്ടാണ്. വിമോചന സമരം ഉൾപ്പെടെയുള്ള വിവിധ സമരങ്ങൾ, ഈ കേരള കോൺഗ്രസിന്റെ തന്നെ പിളർപ്പും അതുപോലെ തന്നെ കൂടിച്ചേരലുകൾക്കും എല്ലാം ഈ മൈതാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിരവധി സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണുകൂടിയാണ്. അവിടേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം എത്തിച്ചേരുക. അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ പ്രദേശത്തെല്ലാം തിങ്ങിക്കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു നോക്ക് അവസാനമായി കാണുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്കുമാർ, പാലായിൽ നിന്ന് 52 വർഷം MLA, പല റെക്കോർഡുകൾക്കും ഉടമയാണ് കെ.എം. മാണി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇനിയും ഏതെല്ലാം പ്രമുഖർ ആണ് ഇനി അദ്ദേഹത്തെ കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുക എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതിന്റെ കൂടി വിവരങ്ങൾ. ഇപ്പോൾ എൻ്റെ പിന്നിൽ ഉമ്മൻചാണ്ടി, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ.സി. ജോസഫ്,
ഉൾപ്പെടെ ഈ ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് ഉൾപ്പെടെയുള്ളവർ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് പിയുടെ സമുന്നതനായ നേതാവും ഒരുപക്ഷെ കേരള കോൺഗ്രസിൽ കെ മാണി എത്തുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന R ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇനി എത്തിച്ചേരാനുള്ളത്. അവർ ബാലകൃഷ്ണപിള്ള പാലയിലെ വസതിയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സ്നേഹിതനും അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ദീർഘകാലം രാഷ്ട്രീയത്തിൽ പോരടിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു R ബാലകൃഷ്ണപിള്ളയും മാണി സാറും. ഇപ്പോൾ KM മാണി വിടവാങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം R ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ട്. രാഷ്ട്രീയ പ്രതിരോധിയായിട്ട് ഒരിക്കലും R ബാലകൃഷ്ണപിള്ള KM മാണിയെ കണ്ടിട്ടില്ല. പക്ഷേ അതേസമയം കേരള കോൺഗ്രസിന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ KM മാണി വിട്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ R ബാലകൃഷ്ണപിള്ളയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് നീങ്ങിയപ്പോഴും ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ചിരുന്നില്ല. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും രൂക്ഷമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തൻ്റെ സഹപ്രവർത്തകരെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി പാലയിലേക്ക് R ബാലകൃഷ്ണപിള്ള എത്തുന്നത്. അതൊരു പക്ഷേ ഒരു ചരിത്ര നിമിഷം തന്നെയായി നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ മറ്റുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ച് പോയി കഴിഞ്ഞു. ഇനിയും നിരവധി ജനപ്രതിനിധികളും മറ്റുമുള്ളവർ പാലായിലെ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിക്കും. നാളെ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇതിൻ്റെ ഈ സംസ്കാരം മറ്റു കാര്യങ്ങളും നടക്കാൻ പോവുക. അതിനുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി. ഇപ്പം പാലായിലേക്ക് തന്നെ ആയിരക്കണക്കിന് ഇതിൻ്റെ KM മാണിയുടെ സ്നേഹിതരും കേരള കോൺഗ്രസ് B പ്രവർത്തകരും രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരും ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേർ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പോലും നിരവധി പേരാണ് ഇപ്പോൾ KM മാണിയെ അവസാനമായി കാണാൻ വേണ്ടി ഈ തിരുനക്കര മൈതാനിയിലും അതുപോലെ പാലായിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാജ്കുമാർ, നമുക്കറിയാം പാലായും KM മാണിയും തമ്മിലുള്ള ഒരു ബന്ധം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും അപ്പുറമാണ്. മുന്നൊരിക്കൽ KM മാണി തന്നെ വ്യക്തമാക്കിയത് തനിക്കൊരു രണ്ടാം ഭാര്യയുണ്ടെങ്കിൽ അത് പാല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വികാരവും നമുക്ക് മനസ്സിലാക്കാം. തിരുനക്കരയിലെ മൈതാനിയിലെ പൊതുദർശനത്തിന് ശേഷം പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാവുമോ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുക? അത് സംബന്ധിച്ച് മുൻ നിശ്ചയിച്ചതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? തിരുനക്കര മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഈ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. ആദ്യം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച ശേഷം ഇങ്ങ് മൈതാനത്തേക്ക് വരുമെന്നുള്ളതായിരുന്നു ആദ്യ തീരുമാനം. അത് പിന്നീട് മാറ്റുകയായിരുന്നു. കാര്യം ഇന്ന് രാവിലെ മുതൽ നിരവധി പേർ, ആയിരക്കണക്കിന് പേർ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ വേണ്ടി. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ വൈകുന്ന പശ്ചാത്തലത്തിലാണ് ആദ്യം ഈ തിരുനക്കര മൈതാനിയിൽ കൊണ്ടുവരിക. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോകും. അതിനുശേഷമായിരിക്കും ഈ പാലായിലെ ടൗൺ ഹാളിലും തുടർന്ന് പാലായിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കും കൊണ്ടുപോവുക. വ്യക്തമാണ് രാജ്കുമാർ. KM മാണിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ കോട്ടയം തിരുനക്കര മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് പ്രമുഖരും സാധാരണക്കാരും അടക്കം ധാരാളം ആൾക്കാരാണ്, പതിനായിരങ്ങളാണ് KM മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് രാജ്കുമാറാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ബാർക്കോഴ കേസിൽ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. കേസിലെ ഏകപ്രതിയായി ചേർക്കപ്പെട്ടിരുന്ന KM മാണി മരിച്ച സാഹചര്യത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ തീരുമാനം. V. സച്ചിദാനന്ദൻ, ബിജു രമേശ് എന്നിവർ നൽകിയ ഹർജികളാണ് കോടതി തീർപ്പാക്കിയത്. KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു. മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി തേടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് VS ഉം ബിജു രമേശും ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി വേണമെന്ന നിയമ ഭേദഗതി വരുന്നതിന് മുൻപുള്ള കേസാണിതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി KM മാണി നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. എന്നാൽ മാണിയുടെ മരണത്തോടെ ഈ ഹർജികളിലെ തുടർ നടപടികളെല്ലാം കോടതി അവസാനിപ്പിക്കുകയായിരുന്നു. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 11 മുതൽ വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലുള്ള എക്സിറ്റ് പോളുകൾ ഏപ്രിൽ 11 രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 176(1)(a) പ്രകാരമാണ് നടപടി. വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള സമയം മുതൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കരുതെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. മോഷ്ടിച്ചതെന്ന സർക്കാർ ആരോപിച്ച രേഖകൾ ഉൾപ്പെടെ പരിഗണിച്ച് പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. മോദിക്കൊളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമമില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം.
കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് പുനഃപരിശോധനാ ഹർജികൾ വിശദമായി കേൾക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം. ഡിസംബർ 14 ശേഷം കരാറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷാ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതിനാൽ ഇത് പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. ഈ രേഖകളും കോടതി പരിശോധിക്കും. ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച ഇടപാടിലെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്ന വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന ഫയൽ കുറിപ്പ്, കരാറിന് ഫ്രാൻസിന്റെ സോവറിൻ ഗ്യാരണ്ടി ഇല്ലാത്തതും അഴിമതി വിരുദ്ധ വ്യവസ്ഥ ഒഴിവാക്കിയതും വ്യക്തമാക്കുന്ന രേഖകൾ എന്നിവയാണ് കോടതി തെളിവായി പരിഗണിക്കുക. If they had accepted the government's argument, the review could not be considered. Now it will be considered on merits, and the Chief Justice has very kindly said that he will set a date. പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്നതിന്റെ തീയതി കോടതി പിന്നീട് നിശ്ചയിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് കെ എം ജോസഫും വ്യത്യസ്ത വിധിന്യായങ്ങൾ എഴുതിയെങ്കിലും ഒറ്റക്കെട്ടായിരുന്നു തീരുമാനം. ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് എസ് കെ കൌൾ 2 വിധിന്യായങ്ങളോടും യോജിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തു. മോദിക്ക് ഒളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിരക്ഷയില്ലെന്നായിരുന്നു കോൺഗ്രസ് പ്രതികരണം. മോദിജി अपने भ्रष्टाचार के सबूतों को ऑफिशियल सीक्रेट्स एक्ट का हवाला देकर नहीं छिपा सकते और खुद को नहीं बचा सकते. രാജ്യം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകവെയാണ് നിർണായക സുപ്രീം കോടതി ഉത്തരവ്. വിധിയോടെ ബി.ജെ.പി. വീണ്ടും പ്രതിരോധത്തിലായി. ഡിസംബർ 14 സുപ്രീം കോടതി വിധിയുടെ പേരിൽ കരാറിനെ ന്യായീകരിക്കുകയായിരുന്നു നാളിതുവരെ ബി.ജെ.പി. പുതിയ വിധി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ ആക്രമിക്കാനുള്ള മുഖ്യ പ്രചരണായുധമാക്കി പ്രതിപക്ഷം മാറ്റും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് നാളെ തുടങ്ങാനിരിക്കെ റഫേൽ കേസിലെ ഉത്തരവിൽ ഞെട്ടി ബി.ജെ.പി. മോദി സർക്കാരിന്റെ ഏക പ്രതിരോധ കരാർ അഴിമതിയിൽ മുങ്ങിയതോടെ പ്രസംഗത്തിൽ പോലും ദേശീയത പരാമർശിക്കാൻ കഴിയില്ലെന്ന് എൻ.ഡി.എ നേതാക്കൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരിനെ പുറത്താക്കാനുള്ള അവസരമാണിതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിധിയോട് പ്രതികരിച്ചു. റഫേൽ കേസിൽ സുപ്രീം കോടതി ക്ലീൻ ചീട്ട് നൽകിയെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള വാദം. റഫേൽ വിമാനമുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനെതിരായ വ്യോമാക്രമണം ഇതിനേക്കാൾ വലുതാകുമായിരുന്നുവെന്ന് പരാമർശിച്ച് മോദി കരാറിനെ ദേശീയതയുടെ ഭാഗവുമാക്കി. അതിനേറ്റ വൻ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ബൊഫേഴ്സ് അഴിമതി രാജീവ് ഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ റഫേൽ അഴിമതി മോദിയെ അധികാരഭ്രഷ്ടനാക്കുമോ എന്ന സംശയത്തിലാണ് ബി.ജെ.പിയും എൻ.ഡി.എ നേതാക്കളും. ആദ്യഘട്ട വോട്ടിംഗിന് മുന്നോടിയായുള്ള നിശബ്ദ ദിനമാണിന്ന്. വോട്ടർമാർക്ക് മുന്നിൽ പ്രതിരോധത്തിനുള്ള സമയം പോലും ബി.ജെ.പിക്കില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഉത്തരവ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ എതിർത്തും സുപ്രീം കോടതിയിൽ കളവ് പറഞ്ഞും അവസാന നിമിഷം വരെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാർ നോക്കി. അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സീതാറാം യെച്ചൂരി കേസിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ആദ്യ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. അഴിമതി സർക്കാരിന് വലിച്ചെറിയാനുള്ള അവസരമാണിതെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ ഇടപാടായതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രിമാരും മറ്റു കേന്ദ്രമന്ത്രിമാരും ഇതുവരെ കരാറിനെ ന്യായീകരിക്കുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നടന്ന വാദം ശരിയല്ലെന്ന് അവരും ചൂണ്ടിക്കാട്ടുന്നു. റഫേൽ കരാറിനെ കുറിച്ചുള്ള ഫയലുകളെ മോഷണ മുതലാക്കി നടത്തിയ പ്രഥമ വാദം തന്നെ സുപ്രീം കോടതി തള്ളി. അടുത്തുവരുന്ന സർക്കാർ എൻ.ഡി.എ അല്ലെങ്കിൽ റഫേൽ കേസ് ബി.ജെ.പിക്കെതിരായ കുരുക്കാകുമെന്നും അവർ തുറന്ന് സമ്മതിക്കുന്നു. മെയ് 19 വരെയുള്ള 7 ഘട്ടങ്ങളിലും റഫേൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയമായി ഉയർന്നു കഴിഞ്ഞു. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മോദി ജയിക്കണമെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. അതേസമയം ഇമ്രാൻഖാന്റെ പ്രസ്താവനകൾക്കെതിരെ പ്രതിഷേധം ശക്തമായി. പാകിസ്ഥാൻ ആരെയാണ് പ്രധാനമന്ത്രിയായി വേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും ISIയെ ഇന്ത്യൻ ആർമി ബേസിലേക്ക് ക്ഷണിച്ച ഏക പ്രധാനമന്ത്രിയാണ് മോദിയെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആഞ്ഞടിച്ചു. മോദിയും പാകിസ്ഥാനും ഔദ്യോഗികമായി സഖ്യത്തിലായെന്ന് കോൺഗ്രസും ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചാൽ ഇന്ത്യ പാക് സമാധാന ചർച്ചകൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട സാഹചര്യം ഒരുങ്ങുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞത്. മറിച്ച് കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി ഒത്തുതീർപ്പിലെത്താൻ ഭയമായിരിക്കുമെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. വിദേശ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാൻഖാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. നേരത്തെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ജീവിതത്തിൽ സന്തുഷ്ടരായിരുന്നു. എന്നാൽ ഇപ്പോൾ തീവ്ര ഹിന്ദു ദേശീയത കാരണം അവർ അങ്ങേയറ്റം ഭയത്തിലാണെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാന് ആരെയാണ് പ്രധാനമന്ത്രി വേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും ISIയെ ഇന്ത്യൻ ആർമി ബേസിലേക്ക് ക്ഷണിച്ച ഏക പ്രധാനമന്ത്രിയാണ് മോദിയെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആഞ്ഞടിച്ചു.
വിദേശ രാജ്യങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിൽ ആശങ്കയുണ്ടെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഔദ്യോഗികമായി നരേന്ദ്രമോദിയുമായി സഖ്യത്തിലായെന്ന് കോൺഗ്രസും ആരോപിച്ചു. മോദിയോടാണ് പാകിസ്ഥാന് താൽപര്യം. ഇമ്രാൻഖാന്റെ പ്രസ്താവന ഇതിന് തെളിവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. That Pakistan has now officially allied with Modi ji. Imran Khan seems to now wish for his friend Modi ji's success. This entire country saw Modi ji's love for Nawaz Sharif and ISI. ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ പരിഹാസവുമായി ജമ്മു കാശ്മീർ നേതാക്കളായ മെഹബൂബ മുഫ്തിയും ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി. ഇമ്രാൻഖാനെ പുകഴ്ത്തണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് BJP എന്നാണ് മെഹബൂബ മുഫ്തി ട്വീറ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളോട് എതിർപ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ബോണ്ടുകളിലെ രഹസ്യാത്മകതയാണ് എതിർക്കുന്നതെന്നും കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. സുതാര്യത ഉറപ്പാക്കാൻ ബോണ്ടിലൂടെ സംഭാവന നൽകുന്നവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് കമ്മീഷൻ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർത്തുകൊണ്ടായിരുന്നു കമ്മീഷൻ സുപ്രീം കോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. രാഷ്ട്രീയ പാർട്ടികളെ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് പരസ്യമായാൽ അവരെ വേട്ടയാടാൻ ശ്രമമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. വിവിധ കേസുകളിൽ ലാലു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ശിക്ഷ ഒരുമിച്ചാണോ വ്യത്യസ്തമായാണോ അനുഭവിക്കേണ്ടതെന്ന് ഹൈക്കോടതി തീരുമാനിക്കും. ജാമ്യാപേക്ഷ തള്ളിയതോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്താൻ ലാലുവിനാകില്ല. ഇടവേള. മിൽമ ഐസ്ക്രീം വോട്ടുകഥ ബ്രോട്ട് യു ബൈ മിൽമ ഐസ്ക്രീം. മിൽമ ഐസ്ക്രീം, മധുരം, സൗഹൃദം. മിൽമ ഐസ്ക്രീം വോട്ടുകഥ ബ്രോട്ട് യു ബൈ മിൽമ ഐസ്ക്രീം. മിൽമ ഐസ്ക്രീം, മധുരം, സൗഹൃദം. ലാക്മേ ഐക്കോണിക് കാജൽ. കറുകറുത്ത കാജൽ ഇത് സമയത്തെ പിന്നിലാക്കും. ഈ കറുകറുപ്പ് സ്മജ്ജിനെ പിന്നിലാക്കും. ഈ കറുപ്പ് നിറം വെള്ളത്തെ പിന്നിലാക്കും. ഈ കറുകറുത്ത കാജൽ സമയത്തെ പിന്നിലാക്കും 22 മണിക്കൂർ വരെ. ലാക്മേ ഐക്കോണിക് കാജൽ. ലാക്മേ റീഇൻവെന്റ്. കേരള ദിനേശിന്റെ ശുദ്ധമായ തേങ്ങാപ്പാലും പ്രഥമൻ കിട്ടും. അഗ്മാർക്ക് കറിപ്പൊടികളും ചോദിച്ചു വാങ്ങൂ. നീയാണ് എന്റെ വർണ്ണം, ഞാൻ നിന്റെ സൺലൈറ്റ് എന്ന് വെച്ചാ സൺലൈറ്റ് 125 ഗ്രാം പാക്ക് വെറും 10 രൂപയ്ക്ക്. ഓരോ ലക്ഷ്യത്തിലും നിന്റെ പേരുണ്ട്. ഒരു ഹാപ്പി ഫേസ്. ഈ കുസൃതി കുമിളകൾ പോലെ പറന്നുയരുകയാണ് നിന്റെ കർമ്മം. ഹാപ്പി ഫേസ്. ഫീൽ ദ ഫേസ്. ഫുൾ ഡേ ഇത്രയും ഫ്രഷ് ആയിരുന്നെങ്കിൽ തീർച്ചയായിരിക്കും. പുതിയ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട്. ചാൻസേ ഇല്ല. വെറ്റാണോ? എന്താ സർ, ഞാൻ തന്നെ ജയിച്ചോ? പുതിയ കംഫർട്ടിലുണ്ട് ഫ്രീഗ്രൻസ് പേൾസ്. അത് തുണിയുടെ ഇഴകളിൽ പറ്റിച്ചേർന്ന് ദിവസം മുഴുവനും സുഗന്ധം പരത്തുന്നു. എക്സസൈസ് ഏതുമാകട്ടെ, മികച്ച റിസൾട്ട് കിട്ടാൻ അതോടൊപ്പം കുടിക്കൂ ഗ്രീൻ ടീ. ഇത് മെറ്റബോളിസം മെച്ചപ്പെടുത്തും, ബോഡി ഫാറ്റ് കുറയ്ക്കും. ലിപ്റ്റൺ ഗ്രീൻ ടീ ഒരു ശീലമാക്കൂ. ജോസ്കോ കൊച്ചി MG റോഡ് ഷോറൂം ആനിവേഴ്സറി ഫെസ്റ്റ് ഏപ്രിൽ 12 മുതൽ 15 വരെ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 10,000 രൂപ ഡിസ്കൗണ്ടും അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവും. ജോസ്കോ ജുവലേഴ്സ്, MG റോഡ്, കൊച്ചി. വൈദ്യരത്നം ഔഷധശാല. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. TVS ജൂപ്പിറ്റർ അധികം നേട്ടങ്ങളോടെ. ബെസ്റ്റ് വുഡ്. ഇനി വുഡോ പ്ലൈവുഡോ എന്ന് ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സ്വർണ്ണമൊക്കെ എടുത്ത് KSFയിൽ വെച്ചേട്ടാ, ഇപ്പൊ മനസമാധാനം ഉണ്ട്. KSF ഗോൾഡ് ലോൺ.
Shobhika Wedding Mall grand opening 31st March 2019 at 10 a.m. ഡ്രീം യുവർ ഹോം. മിനാർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം. Brides of India from Malabar Golden Diamonds. വാഹനങ്ങൾ എന്നും പുതിയതുപോലെ. ലേക്ക് റോഡ് കാർ ഷാംപൂ. കേരള ദിനേശിന്റെ ശുദ്ധമായ തേങ്ങാപ്പാലും പ്രഥമൻ കിട്ടും. അക്മാർക്ക് കറിപ്പൊടികളും ചോദിച്ചു വാങ്ങും. മിൽമ ഐസ്ക്രീം, മധുരം, സൗഹൃദം. കല്യാൺ ജ്വല്ലേഴ്സിൽ ഇപ്പോൾ പണിക്കൂലി 3% മുതൽ. വൈദ്യരത്നം ഔഷധശാല. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. Prime time brought to you by Seat Tire. Seat Mileage X3, the 1 lakh kilometer tire. എംപാനൽഡ് ഡ്രൈവർമാരെ പിരിച്ചുവിടാനുള്ള വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. വിധി പെട്ടെന്ന് നടപ്പിലാക്കിയാൽ 600ഓളം സർവീസുകളെ ബാധിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. KSRTCയിലെ 1565 എംപാനൽ ഡ്രൈവർമാരെ ഈ മാസം 30-നകം പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച വിഷയത്തിൽ നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും നിയമോപദേശം തേടിയ ശേഷം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. അത് സർക്കാർ വേണോ KSRTC വേണോ എന്നുള്ള ഏജിയും കൂടി ആലോചിച്ചിട്ട് ഏതാണ് അഭികാമ്യം അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം KSRTCയോടാണ് പറഞ്ഞിട്ടുള്ളത്. നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറലുമായി സംസാരിച്ച് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഏറ്റവും സാധ്യതയുള്ളത് നല്ലത് ഏതാണ്. ഇപ്പോഴത്തെ നിലയിൽ KSRTCയാണ് അപ്പീൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. എംപാനൽ കണ്ടക്ടർമാരുടെ വിഷയത്തിൽ നിന്നും വിഭിന്നമാണ് KSRTC ഡ്രൈവർമാരുടെ വിഷയമെന്നും സ്ഥിരം ജീവനക്കാർ അവർക്ക് അവകാശപ്പെട്ട ലീവ് എടുക്കുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് താൽക്കാലിക ക്രമീകരണമായാണ് ഡ്രൈവർമാരെ നിയമിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയിൽ ജീവനക്കാരുടെ പുനർവിന്യാസം ഉണ്ടായാലേ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. കോടതി വിധി നടപ്പിലാക്കിയാൽ 600 സർവീസുകളെ ഇത് ബാധിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കോടതിയും ഇനി ഇടപെടരുതെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. സുപ്രീം കോടതി തീർപ്പാക്കിയ തർക്കത്തിൽ ഇനി മറ്റു കോടതികൾ ഇടപെടരുതെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കന്യാട്ടുനിരപ്പ് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചായിരുന്നു ഉത്തരവ്. 1934 മലങ്കര സഭ ഭരണഘടനാ വിധി അന്തിമമാണ്. ഇത് സംബന്ധിച്ച് വീണ്ടും ഹർജികൾ പരിഗണിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പെരുമാറ്റച്ചട്ടലംഘനം നടത്തി ശബരിമല വിഷയമുയർത്തി ലഘുരേഖകൾ വിതരണം ചെയ്തതിനെതിരെയാണ് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് ലഘുരേഖകളും വിതരണത്തിനെത്തിച്ച വാഹനവും പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു LDF പരാതി നൽകിയത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDF സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണാധികാരിക്കും തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മണ്ഡലത്തിൽ വ്യാപകമായി ശബരിമല വിഷയം ഉയർത്തി പ്രചാരണം നടത്താനുള്ള നീക്കത്തിനെതിരെയാണ് പരാതി. ശബരിമല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കോൺഗ്രസിന്റെ വഞ്ചനയുമെന്ന തലക്കെട്ടോടെ വിതരണത്തിനായി എത്തിച്ച ലഘുരേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംഘം പിടികൂടിയ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം പരാതി നൽകിയത്. NDA സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കേസെടുക്കണമെന്നതാണ് LDFന്റെ ആവശ്യം. ലഘുരേഖകൾ വിതരണം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംഘം പിടിച്ചെടുത്തിരുന്നു. LDFനു വേണ്ടി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ V ശശിയും സെക്രട്ടറി V ശിവൻകുട്ടിയുമാണ് അധികൃതർക്ക് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴും വയനാട്ടിൽ രാഹുലിന്റെ 2 അപരന്മാരടക്കം 20 പേർ മത്സര രംഗത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഇത് തെരഞ്ഞെടുപ്പിലെ 3ാം അംഗമാണ്. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2 ഗാന്ധിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. ഒരാൾ രാഹുൽ ഗാന്ധി KE, മറ്റൊരാൾ ഇതാണ് രാഹുൽ ഗാന്ധി. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ ബാനറിൽ ബക്കറ്റ് ചിഹ്നത്തിലാണ് ഈ തമിഴ്നാട് സ്വദേശി മത്സരിക്കുന്നത്. കോയമ്പത്തൂരിൽ നേരത്തെ നൽകിയ പത്രിക തള്ളിപ്പോയി.
അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അറിയുന്നത്. അന്നു തന്നെ ചുരം കയറി. അമേത്തിയിൽ മത്സരിക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. മത്സരത്തിൽ മുൻ പരിചയവും രാഹുൽ ഗാന്ധിക്കുണ്ട്. 2014 മേയർ കാൻഡിഡേറ്റ്, 2016 எம்எல்ஏக்கு நின்னாச்சு ஸ்டேட் லெஜிஸ்லேட்டிவ் அசம்பிளி சிங்கநல்லூர் கான்ஸ்டியூஷனுக்கு. அப்புறம் கோயம்புத்தூர்ல நாமினேஷன் பண்ணி ரிஜெக்ட் ஆனோன்னு இப்போ വയനാട്ടിലെ എംപി കാൻഡിഡേറ്റാ നിൽக்கிறேன். തമിഴ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഈ യുവാവ്. രാഹുലിനെതിരെ മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. ജയ് ഹിന്ദ് ഫ്രീഡം പാർട്ടി എന്ന സ്വന്തം സംഘടനയും ഹിന്ദുസ്ഥാൻ ജനതാ പാർട്ടിയുടെയും എല്ലാം പിന്തുണയുണ്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ആരും സ്വാധീനിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അപരനായി എത്തിയ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. ബിജെപിക്കെതിരെ പറയുകയും ബിജെപിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ. കേരളത്തിലെ 2 പത്രങ്ങൾ സർവേ നടത്തിയത് അവർ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കാനാണെന്നും പത്രധർമ്മം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതാവ് നിലപാട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കാൻ ഇടവന്നിരിക്കുന്നത് ആരാധ്യത്തെ ഉപദേശിച്ചെന്ന് എനിക്കറിയില്ല. ശ്രീമാൻ എ കെ ആന്റണി പറയുന്നത് ഞാനാ ഉപദേശിച്ചെന്നാണ്. ആന്റണി ഇതുപോലുള്ള കുരുട്ട് ബുദ്ധികൾ ഉപദേശിക്കുന്ന കാര്യത്തിൽ വലിയ വിദഗ്ധനാണെന്ന് പല കാരണങ്ങൾ കൊണ്ട് ബോധ്യമാണ്. അദ്ദേഹത്തോട് ഒന്നേ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളൂ. ഈ രാഹുൽ ഗാന്ധി 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ. ആ 2 സീറ്റിൽ ഒന്ന് അമേഠിയാണ്, ഒന്ന് ഈ കേരളത്തിലാണ്. ഈ 2 സീറ്റിലും രാഹുൽ ഗാന്ധി ജയിച്ചെന്നിരിക്കട്ടെ. എന്നാൽ ഇന്ത്യയിൽ പാർലമെന്റിൽ BJPക്കെതിരായി വരേണ്ട സൈന്യത്തിൽ നിന്ന് ഒരു ആളെ ബോധപൂർവം അവർ BJPക്ക് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തും ജയിച്ചാൽ ഒരാൾക്ക് മാത്രമേ പാർലമെന്റിൽ പോകാൻ കഴിയൂ. ഒരു നമ്പറേ ഉള്ളൂ. ഫലത്തിൽ BJPക്കെതിരായി വരേണ്ട ശത്രു അംഗങ്ങൾ, ആ അംഗങ്ങൾ ഒരെണ്ണത്തിനെ കുറയ്ക്കാനുള്ള പണിയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ എം മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്തുരുത്തിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് നീങ്ങുകയാണ്. കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പിന്നീട് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ജന്മനാടായ പാലായിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിശദാംശങ്ങൾ നൽകാൻ രാജ്കുമാറാണ് ചേരുന്നത്. രാജ്കുമാർ, തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലെ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ അതികായനായ കെ എം മാണിയാണ് വിടവാങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തിരുനക്കര മൈതാനിയിൽ ഏതു തരത്തിലുള്ള അവസാനമായി അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുന്നവരുടെ ഒരു പ്രതികരണം ഏതു തരത്തിലാണ്? ഇപ്പോഴും ജനസഞ്ചയം തന്നെ അവിടെ തടിച്ചുകൂടുന്ന സാഹചര്യമാണോ ഉള്ളത്? വിശദാംശങ്ങൾ. തീർച്ചയായും കൊല്ലം, കോട്ടയം, ഈ കോട്ടയം അക്ഷരി നഗരിയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവിടെ ഒരു ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വരുന്നുണ്ട്, പാർട്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ട്, പാലയിലേക്കും പോകുന്നുണ്ട്. പാലയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും പോകുന്നുണ്ട്. നിരവധി പേരാണ് അങ്ങോട്ടേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വിലാപയാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ ഏറ്റുമാരെ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പല സ്ഥലങ്ങളിലായി വീതികളിൽ കാത്തു നിൽക്കുന്നത് അന്ത്യോപചാരം അർപ്പിക്കാൻ. ആ സാഹചര്യത്തിൽ ഇനിയും സമയം വൈകാനാണ് സാധ്യത. ഒരു 8:30-9 മണിയോടുകൂടി ആയിരിക്കണം ഒരുപക്ഷെ ഈ തിരുനക്കര മൈതാനിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം. ഇനിയും ഇതിലെ സമയം മാറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അതിനുശേഷമായിരിക്കും കേരള കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് പാലയിലെ ടൗൺ ഹാളിലേക്കും അതിനുശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്കും കൊണ്ടുപോകുക. ആർ ബാലകൃഷ്ണപിള്ള അവിടെ വസതിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ തങ്ങളിലുള്ള ഒരു രാഷ്ട്രീയപരമായ പോര് അത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് രണ്ടുപേരും ഇക്കാര്യത്തിൽ അതേസമയം സഭ്യമായ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് ഇരുവരും അതിനകത്ത് പെരുമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഈ കെ എം മാണി സഹപ്രവർത്തകൻ, മുമ്പ് പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അതിൽ കെ എം മാണി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകനെയും പഴയ സുഹൃത്തിനെയും കാണാൻ വേണ്ടി വസതിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ പിന്നിൽ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിയുണ്ട്, KC ജോസഫ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോണി നല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവനും എത്തിച്ചേർന്നിട്ടുണ്ട്. UDFിന്റെ നേതാക്കളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതും പാർട്ടി ഓഫീസിലും ഇതുപോലെ നിരവധി പേർ തമ്പടിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു വലിയ ജനസഞ്ചയം പാലായെ ലക്ഷ്യമാക്കി ഇപ്പോൾ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ആൾക്കാർ ഒത്തുകൂടുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് രാജ്കുമാറാണ്. കെ എം മാണിയുടെ ഭൗതിക ശരീരം
തിരുനക്കരയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നത്. വിതുരയിൽ ആദിവാസി വൃദ്ധനെ കാട്ടാന ചവിട്ടിക്കൊന്നു. വിതുര കല്ലാർ സ്വദേശിയായ മല്ലൻ കാണിയെയാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസം മുൻപ് ഇയാളെ കാണാതാവുകയായിരുന്നു. ഇന്ന് നടത്തിയ തിരച്ചിലിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മേടമാസ വിഷുപൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറന്നത്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ മുതൽ പതിവ് പൂജകൾ ഉണ്ടാകും. വിഷുദിനമായ 15-ന് പുലർച്ചെ നട തുറന്ന ഭക്തർക്ക് വിഷുക്കണി ദർശനം ഒരുക്കും. 19-ന് രാത്രിയാണ് ക്ഷേത്രനട അടയ്ക്കുക. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയുടെ മസാല ബോണ്ടിന് അന്താരാഷ്ട്ര അംഗീകാരം. കിഫ്ബിയെക്കുറിച്ച് കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിക്കിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്ത വാർത്ത ധനമന്ത്രിയെ തേടിയെത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം തോമസ് ഐസക് അധ്യാപകനായി എത്തിയെന്ന കൗതുകവും പീപ്പിൾ TVയുടെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിക്കെതിരെ അനാവശ്യ വിവാദങ്ങളുയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കിഫ്ബി എന്തെന്നും മസാല ബോണ്ട് എന്തെന്നും വിശദീകരിക്കാൻ നാളുകൾക്ക് ശേഷം ധനമന്ത്രി അധ്യാപകന്റെ റോളിലെത്തിയത്. കിഫ്ബിയെക്കുറിച്ചും മസാല ബോണ്ടിനെക്കുറിച്ചും വിവാദങ്ങളുയർന്ന സാഹചര്യത്തിൽ കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ധനമന്ത്രി കിഫ്ബിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ് തോമസ് ഐസക്കിന്റെ ക്ലാസിൽ കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ നൽകി ക്ലാസ് മുന്നേറുന്നതിന് ഇടെയാണ് ആ സന്തോഷ വാർത്ത സംസ്ഥാനത്തെ തേടിയെത്തിയത്. ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ ധനമന്ത്രി ആ വാർത്ത കേരളത്തെ അറിയിച്ചു. കിഫ്ബിയെ തേടിയെത്തിയ അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു ആ വാർത്ത. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബിയെ നോമിനേറ്റ് ചെയ്ത വാർത്തയാണ് പീപ്പിൾ TVയുടെ പരിപാടിക്കിടെ ധനമന്ത്രിയെ തേടിയെത്തിയത്. നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇഷ്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങളുയർത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളെ തടയാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. തന്റെ ഇഷ്ടപ്പെട്ട മേഖലകളിലൊന്നായ അധ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഐസക്കിന് കിഫ്ബിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഇരട്ടി മധുരമായി. ന്യൂസ് ഡെസ്ക്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം കവയത്രി സുഗതകുമാരിക്ക് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് സുഗതകുമാരിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ M. മുകുന്ദനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ചില ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെ പ്രീപോൾ സർവേ ഫലത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF. മണ്ഡലത്തിൽ LDF മികച്ച വിജയം ആവർത്തിക്കുമെന്ന് P. കരുണാകരൻ MPയും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ TV രാജേഷ് MLAയും പറഞ്ഞു. ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ 3ാം വട്ട പ്രചരണം മണ്ഡലത്തിൽ തുടരുകയാണ്. ചില ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ പ്രീപോൾ സർവേ ഫലങ്ങളൊന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF പ്രവർത്തകരുടെ ആവേശത്തിന് കുറവ് വരുത്തുന്നില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സ് ഇതിനകം കീഴടക്കി കഴിഞ്ഞുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF പ്രവർത്തകർ. പെയ്ഡ് സർവേ ഫലവും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് LDF. പ്രീപോൾ സർവേ ഫലം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP പ്രസ്താവനയിൽ പറഞ്ഞു. KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടുമെന്ന് P. കരുണാകരൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ KP സതീഷ് ചന്ദ്രന് അനുകൂലമായി വിധിയെഴുതി കഴിഞ്ഞുവെന്നും കൂടുതൽ മികച്ച വിജയം LDF ആവർത്തിക്കുമെന്നും മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ TV രാജേഷ് MLA പറഞ്ഞു. ഈ സർവേ പെയ്ഡ് സർവേ ആണെന്ന് ആ സർവേയുടെ ഫലം സംബന്ധിച്ച് വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. നമുക്ക് പത്രമാധ്യമങ്ങളെ നമുക്ക് വിലക്ക് വാങ്ങാൻ വേണ്ടി കഴിയും. പക്ഷേ കാസർഗോഡ് പ്രബുദ്ധരായ വോട്ടർമാരെ വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് മെയ് 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവർക്ക് ബോധ്യമാകും. കാസർഗോഡ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ നല്ല മാർജിന്
സഖാവ് സതീശൻ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാംവട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച സതീഷ് ചന്ദ്രന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലും ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. LDF ദുർബലമായ പ്രദേശങ്ങളിൽ പോലും ആവേശകരമായ സ്വീകരണങ്ങൾ ലഭിച്ചു. സ്വീകരണ യോഗങ്ങളിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വമ്പിച്ച പങ്കാളിത്തവും ശ്രദ്ധേയമായി. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാറും മണ്ഡലത്തിൽ പ്രചാരണം തുടരുന്നു. ചില മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ പ്രീ പോൾ സർവേ റിപ്പോർട്ടും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രചാരണ രംഗവും യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. വ്യക്തമായ മേൽക്കൈയാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 11 മുതൽ വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ ഏപ്രിൽ 11 രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 126(1)A പ്രകാരമാണ് നടപടി. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള സമയം മുതൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. റഫേൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കരുതെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. മോഷ്ടിച്ചതെന്ന് സർക്കാർ ആരോപിച്ച രേഖകൾ ഉൾപ്പെടെ പരിഗണിച്ച് പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. മോദിക്കൊള്ളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമമില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് പുനഃപരിശോധനാ ഹർജികൾ വിശദമായി കേൾക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം. ഡിസംബർ 14 ശേഷം കരാറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷാ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതിനാൽ ഇത് പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. ഈ രേഖകളും കോടതി പരിശോധിക്കും. ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച ഇടപാടിലെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്ന വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന ഫയൽ കുറിപ്പ്, കരാറിന് ഫ്രാൻസിന്റെ സോവറിൻ ഗ്യാരണ്ടി ഇല്ലാത്തതും അഴിമതി വിരുദ്ധ വ്യവസ്ഥ ഒഴിവാക്കിയതും വ്യക്തമാക്കുന്ന രേഖകൾ എന്നിവയാണ് കോടതി തെളിവായി പരിഗണിക്കുക. If they had accepted the government's argument, the review could not be considered. Now it will be considered on merits, and the Chief Justice has very kindly said that he will set a date. പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്നതിന്റെ തീയതി കോടതി പിന്നീട് നിശ്ചയിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് KM ജോസഫും വ്യത്യസ്ത വിധിന്യായങ്ങൾ എഴുതിയെങ്കിലും ഒറ്റക്കെട്ടായിരുന്നു തീരുമാനം. ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് SK കൌൾ 2 വിധിന്യായങ്ങളോടും യോജിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തു. മോദിക്ക് ഒളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിരക്ഷയില്ലെന്നായിരുന്നു കോൺഗ്രസ് പ്രതികരണം. മോദിജി अपने भ्रष्टाचार के सबूतों को ऑफिशियल सीक्रेट्स एक्ट का हवाला देकर नहीं छिपा सकते और खुद को नहीं बचा सकते. രാജ്യം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകവെയാണ് നിർണായക സുപ്രീം കോടതി ഉത്തരവ്. വിധിയോടെ BJP വീണ്ടും പ്രതിരോധത്തിലായി. ഡിസംബർ 14 സുപ്രീം കോടതി വിധിയുടെ പേരിൽ കരാറിനെ ന്യായീകരിക്കുകയായിരുന്നു നാളിതുവരെ BJP. പുതിയ വിധി തെരഞ്ഞെടുപ്പിൽ BJPയെ ആക്രമിക്കാനുള്ള മുഖ്യ പ്രചരണായുധമാക്കി പ്രതിപക്ഷം മാറ്റും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് നാളെ തുടങ്ങാനിരിക്കെ റഫാൽ കേസിലെ ഉത്തരവിൽ ഞെട്ടി BJP. മോദി സർക്കാരിന്റെ ഏക പ്രതിരോധ കരാർ അഴിമതിയിൽ മുങ്ങിയതോടെ പ്രസംഗത്തിൽ പോലും ദേശീയത പരാമർശിക്കാൻ കഴിയില്ലെന്ന് NDA നേതാക്കൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരിനെ പുറത്താക്കാനുള്ള അവസരമാണിതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിധിയോട് പ്രതികരിച്ചു. റഫേൽ കേസിൽ സുപ്രീം കോടതി ക്ലീൻ ചീട്ട് നൽകിയെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള വാദം. റഫേൽ വിമാനമുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനെതിരായ വ്യോമാക്രമണം ഇതിനേക്കാൾ വലുതാകുമായിരുന്നുവെന്ന് പരാമർശിച്ച് മോദി കരാറിനെ ദേശീയതയുടെ ഭാഗവുമാക്കി. അതിനേറ്റ വൻ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ബൊഫേഴ്സ് അഴിമതി രാജീവ് ഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ റഫേൽ അഴിമതി മോദിയെ അധികാരഭ്രഷ്ടനാക്കുമോ എന്ന സംശയത്തിലാണ് BJPയും NDA നേതാക്കളും. ആദ്യഘട്ട വോട്ടിംഗിന് മുന്നോടിയായുള്ള നിശബ്ദ ദിനമാണിന്ന്. വോട്ടർമാർക്ക് മുന്നിൽ പ്രതിരോധത്തിനുള്ള സമയം പോലും BJPക്കില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഉത്തരവ് BJP കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ എതിർത്തും സുപ്രീം കോടതിയിൽ കളവ് പറഞ്ഞും അവസാന നിമിഷം വരെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാർ നോക്കി. അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സീതാറാം യെച്ചൂരി കേസിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ആദ്യ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. അഴിമതി സർക്കാരിന് വലിച്ചെറിയാനുള്ള അവസരമാണിതെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ ഇടപാടായതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രിമാരും മറ്റു കേന്ദ്രമന്ത്രിമാരും ഇതുവരെ കരാറിനെ ന്യായീകരിക്കുകയായിരുന്നു.
പക്ഷേ സുപ്രീം കോടതിയിൽ നടന്ന വാദം ശരിയല്ലെന്ന് അവരും ചൂണ്ടിക്കാട്ടുന്നു. റഫേൽ കരാറിനെ കുറിച്ചുള്ള ഫയലുകളെ മോഷണം മുതലാക്കി നടത്തിയ പ്രഥമ വാദം തന്നെ സുപ്രീം കോടതി തള്ളി. അടുത്തുവരുന്ന സർക്കാർ NDA അല്ലെങ്കിൽ റഫേൽ കേസ് BJPക്കെതിരായ കുരുക്കാകുമെന്നും അവർ തുറന്ന് സമ്മതിക്കുന്നു. മെയ് 19 വരെയുള്ള 7 ഘട്ടങ്ങളിലും റഫേൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയമായി ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതേസമയം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മോദി ജയിക്കണമെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. അതേസമയം ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പാകിസ്ഥാൻ ആരെയാണ് പ്രധാനമന്ത്രിയായി വേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും ISIയെ ഇന്ത്യൻ ആർമി ബേസിലേക്ക് ക്ഷണിച്ച ഏക പ്രധാനമന്ത്രിയാണ് മോദിയെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആഞ്ഞടിച്ചു. മോദിയും പാകിസ്ഥാനും ഔദ്യോഗികമായി സഖ്യത്തിലായെന്ന് കോൺഗ്രസും ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചാൽ ഇന്ത്യ പാക് സമാധാന ചർച്ചകൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട സാഹചര്യം ഒരുങ്ങുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞത്. മറിച്ച് കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി ഒത്തുതീർപ്പിലെത്താൻ ഭയമായിരിക്കുമെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. വിദേശ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാൻഖാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. നേരത്തെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ജീവിതത്തിൽ സന്തുഷ്ടരായിരുന്നു. എന്നാൽ ഇപ്പോൾ തീവ്ര ഹിന്ദു ദേശീയത കാരണം അവർ അങ്ങേയറ്റം ഭയത്തിലാണെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാന് ആരെയാണ് പ്രധാനമന്ത്രി വേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും ISIയെ ഇന്ത്യൻ ആർമി ബേസിലേക്ക് ക്ഷണിച്ച ഏക പ്രധാനമന്ത്രിയാണ് മോദിയെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആഞ്ഞടിച്ചു. വിദേശ രാജ്യങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിൽ ആശങ്കയുണ്ടെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഔദ്യോഗികമായി നരേന്ദ്രമോദിയുമായി സഖ്യത്തിലായെന്ന് കോൺഗ്രസും ആരോപിച്ചു. മോദിയോടാണ് പാകിസ്ഥാന് താൽപര്യം. ഇമ്രാൻഖാന്റെ പ്രസ്താവന ഇതിന് തെളിവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. That Pakistan has now officially allied with Modi ji. Imran Khan seems to now wish for his friend Modi ji's success. This entire country saw Modi ji's love for Nawaz Sharif and ISI. ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ പരിഹാസവുമായി ജമ്മു കാശ്മീർ നേതാക്കളായ മെഹബൂബ മുഫ്തിയും ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി. ഇമ്രാൻഖാനെ പുകഴ്ത്തണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് BJP എന്നാണ് മെഹബൂബ മുഫ്തി ട്വീറ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളോട് എതിർപ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു. ബോണ്ടുകളിലെ രഹസ്യാത്മകതയാണ് എതിർക്കുന്നതെന്നും കമ്മീഷൻ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. സുതാര്യത ഉറപ്പാക്കാൻ ബോണ്ടിലൂടെ സംഭാവന നൽകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് കമ്മീഷൻ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർത്തുകൊണ്ടായിരുന്നു കമ്മീഷൻ സുപ്രീംകോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. രാഷ്ട്രീയ പാർട്ടികളെ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് പരസ്യമായാൽ അവരെ വേട്ടയാടാൻ ശ്രമമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. കാലത്തേറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. വിവിധ കേസുകളിൽ ലാലു പ്രസാദ് യാദവ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ശിക്ഷ ഒരുമിച്ചാണോ വ്യത്യസ്തമായാണോ അനുഭവിക്കേണ്ടതെന്ന് ഹൈക്കോടതി തീരുമാനിക്കും. ജാമ്യാപേക്ഷ തള്ളിയതോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്താൻ ലാലുവിന് ഇനിയാകില്ല. എംപാനൽഡ് ഡ്രൈവർമാരെ പിരിച്ചുവിടാനുള്ള വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. വിധി പെട്ടെന്ന് നടപ്പിലാക്കിയാൽ 600ഓളം സർവീസുകളെ ബാധിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. 1565 എംപാനൽ ഡ്രൈവർമാരെ ഈ മാസം 30-നകം പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച വിഷയത്തിൽ നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും നിയമോപദേശം തേടിയ ശേഷം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. അത് സർക്കാർ വേണോ KSRTC വേണമെന്നുള്ള AGയും കൂടി ആലോചിച്ചിട്ട് ഏതാണ് അഭികാമ്യം അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം KSRTCയോടാണ് പറഞ്ഞിട്ടുള്ളത്. നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറലുമായി സംസാരിച്ച് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഏറ്റവും സാധ്യതയുള്ളത് നല്ലത് ഏതാണ്. ഇപ്പോഴത്തെ നിലയിൽ KSRTCയാണ് അപ്പീൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്.
എംപാനൽ കണ്ടക്ടർമാരുടെ വിഷയത്തിൽ നിന്നും വിഭിന്നമാണ് KSRTC ഡ്രൈവർമാരുടെ വിഷയമെന്നും സ്ഥിരം ജീവനക്കാർ അവർക്ക് അവകാശപ്പെട്ട ലീവ് എടുക്കുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് താൽക്കാലിക ക്രമീകരണമായാണ് ഡ്രൈവർമാരെ നിയമിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയിൽ ജീവനക്കാരുടെ പുനർവിന്യാസം ഉണ്ടായാലേ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി. കോടതി വിധി നടപ്പിലാക്കിയാൽ 600 സർവീസുകളെ ഇത് ബാധിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.